നാഷണൽ സെൽഫ് ഡിഫൻസ് ഡേയുടെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ ഭാഗമായുള്ള സെൽഫ് ഡിഫൻസ് സംഘങ്ങൾ ചേർന്ന് നഗരപരിധിയിലെ സൈൻ ബോർഡുകൾ ശുചീകരിച്ചു. രാവിലെ സംഘം ഒയാസിസും പരിസരവും അണുവിമുക്തമാക്കി. 30ഓളം സെൽഫ് ഡിഫൻസ് സംഘങ്ങളാണ് ശുചീകരണത്തിനായി നഗരത്തിലേക്ക് ഇറങ്ങിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബാബു ടിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇന്ന് ഓൾ ഇന്ത്യ സെൽഫ് ഡിഫൻസ് ഡേ ആയിട്ട് ഡിസംബർ 6 ആചരിക്കുകയാണ്. അപ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിലുള്ള ഈ സംഘടന സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഒയാസിസും പരിസര പ്രദേശങ്ങളും രാവിലെ തന്നെ അണുനശീകരണം നടത്തി. പിന്നെ അതിന് ശേഷം നമ്മൾ പാവങ്ങാട് വരെയുള്ള സ്ഥലങ്ങൾ സൈൻ ബോർഡുകൾ അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഏകദേശം 30ഓളം പേര് ഈ സിവിൽ ഡിഫൻസിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഒരു സ്റ്റേഷനിലും 50 പേരാണുള്ളത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ എല്ലാവിധ അപകട സ്ഥലങ്ങളിലും സഹായിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. നമ്മുടെ ഈ കൊറോണ പ്രതിരോധ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ബീച്ച് യൂണിറ്റിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസാണ് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത്. കേരളത്തിലുടനീളം 6200 സെൽഫ് ഡിഫൻസ് അംഗങ്ങളാണുള്ളത്. ഒരു സ്റ്റേഷന് കീഴിൽ 50 അംഗങ്ങളും. കോവിഡിന്റെ ആരംഭകാലം മുതൽ തന്നെ വിവിധ സേവന പ്രവർത്തനങ്ങളുമായി സെൽഫ് ഡിഫൻസ് ടീം രംഗത്തുണ്ട്.